ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ ലോജിക് ലോഞ്ചിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി ബാലൻ ഫ്രം ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊപ്പം ലോജിക് ലോഞ്ചിൽ എത്തിയിരിക്കുന്നത് ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടർ CMA സന്തോഷ് കുമാർ സാറാണ്. സർ, എൻ്റെ കരിയറിൽ ഇതുവരെ നാഷണൽ ലെവലിലടക്കം വരുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഒന്നുണ്ട്. അതായത് ഇവിടെ ഓഫർ ചെയ്യുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിലും അവരുടെ കരിയറിലും അവരുടെ എക്സാം പ്രിപ്പറേഷൻസിനും ഇത്തരം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ത് ബെനിഫിറ്റ്സ് ആണ് സർ നൽകുന്നത്? ഞാൻ അഞ്ജലിയോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്നത്തെ ദിവസം അഞ്ജലിയുടെ ലൈഫിൽ 10 കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വിചാരിക്കുക. 9 നല്ല കാര്യങ്ങൾ, ഒരു മോശം കാര്യം. ഇനി ഈ ദിവസത്തിൻ്റെ ബാക്കി സമയം, ഇന്നത്തെ മൂഡ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ആ 9 നല്ല കാര്യമായിരിക്കുമോ അതോ ഒരു മോശം കാര്യമായിരിക്കുമോ? അല്ല, സംഭവിച്ചൊരു മോശം കാര്യമാണ്. ഇനി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വെച്ച് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ പാസ്റ്റ് റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, റീസെൻറ്റ് പാസ്റ്റിലെ റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ CMA USA 80% കൂടുതൽ കുട്ടികൾ CMA പാസ്സായിട്ടുണ്ട്. 20% താഴെ കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. ഇനി അടുത്ത എക്സാം വിൻഡോയിൽ CMA USA എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് ഈ എക്സാം പ്രിപ്പറേഷനെ പറ്റി, പാസ്സാവാനുള്ള പോസിബിലിറ്റിയെ പറ്റി ഈ ഫെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കോൺഫിഡൻസ് കൂടുവോ അതോ കുറയുമോ? തീർച്ചയായിട്ടും കുറയും അല്ലേ? കോൺഫിഡൻസ് കുറയുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ പോസിബിലിറ്റിയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇവിടെ ഇത് മജോറിറ്റി ആളുകളുടെയും മൈൻഡ് ഇങ്ങനെയാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് ഒട്ടിപ്പിടിക്കാനുള്ള, അറ്റാച്ച്ഡ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഈ മൈൻഡ് മാനേജ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ലൈഫിൽ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ചുറ്റുവട്ടത്തേക്കൊന്ന് നോക്കിക്കേ. ഇവിടെ കാണുന്ന പലതും മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്, അവൻ്റെ ചിന്തകളുടെ, അവൻ്റെ സങ്കല്പത്തിൻ്റെയും. ഇപ്പം ഈ റൂമിൽ നമ്മൾ ഈ വെളിച്ചം കാണുന്നു. ആ ബൾബിൽ നിന്നാണ് ആ വെളിച്ചം വരുന്നത്. ആരാ ഈ ബൾബ് കണ്ടുപിടിച്ചത്? തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം 1000-ൽ കൂടുതൽ തവണ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ട വ്യക്തിയാണ്. എങ്കിലും തൻ്റെ ലക്ഷ്യം അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, തൻ്റെ മൈൻഡ് പവർ അപ്ലൈ ചെയ്തുകൊണ്ട് ഫൈനലി അദ്ദേഹം വിജയിച്ചു. ഇപ്പം നമ്മളിരിക്കുന്ന ഈ ബിൽഡിങ് റിയൽ ആയിട്ട് സംഭവിക്കുന്നതിന് മുമ്പ് ആരുടെയോ മനസ്സിൽ ഒരു സങ്കല്പമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? ആ സങ്കല്പമാണ്, ആ ചിന്തയാണ് റിയൽ സ്ട്രക്ചറിന് കാരണമായത്. ഇതേപോലെ നമ്മുടെ കുട്ടികൾ, പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾ, അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി, അവരുടെ കരിയറിൽ സക്സസ്ഫുള്ളായി മാറാൻ വേണ്ടി അവരുടെ മനസ്സിൽ ഉണ്ടാവേണ്ട തോട്ട്സ് പോസിറ്റീവ് അല്ലേ? യെസ് ഓർ നോ? അതേപോലെ തന്നെ അവരുടെ മൈൻഡ് ലക്ഷ്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കണ്ടേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സാധിച്ചെടുക്കാനാണ് പല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസും ലോജിക് കൊടുക്കുന്നത്. പിന്നെ അഞ്ജലി, നമ്മുടെ മൈൻഡ് പ്രോഗ്രാമഡ് ആണ്. ആര് പ്രോഗ്രാം ചെയ്തെന്ന് ചോദിച്ചാൽ, ക്ലാസ്സിൽ ഫസ്റ്റ് ആവാണ്ടിരുന്നപ്പോൾ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാമടാന്ന് ചോദിച്ച നിന്റെ പേരൻസ്, അച്ഛനും അമ്മയും നിന്റെ മൈൻഡ് പ്രോഗ്രാം ചെയ്യും. ചാർട്ടേഡ് അക്കൗണ്ടൻസിയും CMA ഒക്കെ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നിന്നെ കൊണ്ട് കൂട്ടിയ കൂടുമോന്ന് ചോദിച്ച, നിനക്കതിനൊക്കെ പറ്റുമോന്ന് ചോദിച്ച നിന്റെ ബന്ധുക്കളും ഫ്രണ്ട്സും നിന്റെ മനസ്സ് പ്രോഗ്രാം ചെയ്തു. ഇപ്പം എൻ്റെ അറിവനുസരിച്ച് ഇന്ത്യൻ യൂത്ത് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാ. അപ്പോൾ ഈ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും നിങ്ങളുടെ മനസ്സ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്.
ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ ഇന്ത്യക്കാരുടെ ആയുസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് 80 വയസ്സാണ് അല്ലേ. 80 വയസ്സാണെങ്കിൽ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് 30,000-ൽ താഴെ ദിവസങ്ങളാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിൽ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഈ സോഷ്യൽ മീഡിയാസിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്, ഒരു യൂത്ത്, ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ സീരിയസ്നെസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ഈ മനസ്സിനെ നമുക്കൊന്ന് റീപ്രോഗ്രാം ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ അവരെ പോസിബിലിറ്റീസ് കാണിച്ചു കൊടുക്കണ്ടേ? വലിയ വിജയങ്ങൾ നേടാൻ കപ്പാസിറ്റി ഉള്ളവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? അവരെ കൂടുതൽ കോൺഫിഡൻസും കറേജും ഉള്ളവരാക്കി മാറ്റണ്ടേ? അതിനു വേണ്ടിയാണ് ഈ പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കുന്നത് ലോജിക്കില്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കലാം സാറിന്റെ വാക്കുകൾ, നിന്റെ സ്വപ്നങ്ങളാണ് നിന്റെ ചിന്തകളായി മാറുന്നത്. നിന്റെ ചിന്തകൾ, യുവർ തോട്ട്സ് ട്രാൻസ്ഫോം ഇൻ ടു ആക്ഷൻസ്. ഈ ആക്ഷൻസ് ആണ് നാളെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നത്, നമ്മളെ റിസൾട്ട് നമുക്ക് തരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നരെ ക്രിയേറ്റ് ചെയ്ത ബുക്ക് ഏതാണെന്നറിയാവോ? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അല്ലേ? യെസ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നെപ്പോളിയൻ ഹിൽ എഴുതിയ ബുക്ക്. അദ്ദേഹം പറഞ്ഞത് മനസ്സിന് വിശ്വസിക്കാൻ പറ്റുന്നത്, ഉൾക്കൊള്ളാൻ പറ്റുന്നത്, അച്ചീവ് ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണ്ടേ, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ, യു ആർ യുണീക്ക്, യു ഡിസൈഡ് യുവർ ഡെസ്റ്റിനി, യുവർ മിഷൻ, ലെറ്റ് അതേഴ്സ് ലീവ് ദെയർ ലൈഫ്. നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യബോധമില്ലാതെ തട്ടിക്കളിക്കാനുള്ളൊരു പന്തല്ല.